Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I believe all of you are doing well. സദൃശവാക്യം 18:21 പഠിക്കുമ്പോൾ When we study the book of Proverbs chapter 18 verse 21, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. death and life are in the power of the tongue. Or recognize the influence of words. നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നാം മനസ്സിലാക്കേണ്ട നമ്മുടെ വാക്കിന്റെ ശക്തി. Today what you must understand is the power of your word. നമ്മുടെ വാക്കിന്റെ സ്വാധീനം. The influence that the word has for. പലപ്പോഴും പലർക്കും നിങ്ങളുടെ വാക്കിന്റെ ഇൻഫ്ലുവൻസ് സ്വാധീനം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. Many a times people do not recognize the influence that your words can do. നമ്മുടെ വാക്ക് വളരെ ഹണികോംബായിരിക്കണം. Our words must be very sweet as in a honeycomb. Pleasant words are a honeycomb. നല്ല വചനങ്ങൾ ഒരു തേൻകട്ടയ്ക്ക് തുല്യം. നമ്മുടെ വാക്കുകൾ എപ്പോഴും നല്ലതായിരിക്കണം. Our words must always be pleasant. ചിലർ അവരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ കൊല്ലാനാണ്. Some people use their words to hurt and kill others. മറ്റുള്ളവരെ ഡൗൺ ആക്കാനാണ്. To put some people down. എന്നാൽ ബൈബിൾ പറയുന്നു, But the Bible says, pleasant words are a honeycomb. നല്ല വചനങ്ങൾ തേൻകട്ടയ്ക്ക് തുല്യം. ഹല്ലേലൂയ. Hallelujah. വാക്കുകൾ എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല, വളരെ പവർഫുൾ ആണ്. Words are not silly but carries power. ആമേൻ. വാക്കുകൾക്ക് ആത്മീക ശക്തിയുണ്ട്. There is a spiritual power in words. പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മുടെ വാക്കുകൾക്ക് വളരെ ആഴവും ശക്തിയും ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക. Especially we need to understand that as believers our words carry much power. ഇത് മനസ്സിലാക്കിയാൽ, And if we understand that, നമ്മുടെ വാക്കുകളിൽ നാം സൂക്ഷ്മതയുള്ളവരായിരിക്കും. we will be very careful with our words. നാം എന്ത് സംസാരിക്കുമോ Whatever we speak about, അതാണ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. that is what is going to be manifested in our lives. ഇയ്യോബ് ജീവിതത്തിൽ തന്റെ ഇയ്യോബിനോട് തന്റെ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞ് അവനെ തളർത്താൻ നോക്കി. And the friends of Job came to him and spoke words to him in a way that would weaken him. ഭാര്യ ഇയ്യോബിനോട് പറഞ്ഞു, നിന്റെ ദൈവത്തെ തള്ളി പറയാൻ. So his wife spoke to Job and said, you need to reject God, betray him. എന്നാൽ ഇവിടെ ഇയ്യോബ് ദൈവത്തിനെതിരായി ഒരു വാക്കും പറഞ്ഞില്ല. But Job didn't utter a single word against his God. നാം ഓർക്കണം, We must be mindful of this. കൾട്ടിവേറ്റ് ജനറോസ്നെസ്, ഇമ്പമുള്ള വാക്ക് നമുക്കുണ്ടാകണം. We should always cultivate a generous word in our life. കൊലോസ്യർ 4:6 പഠിക്കുമ്പോൾ, When we study Colossians chapter 4 verse 6, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. your words must be full of grace and it must be salted to answer each one according to the questions. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വേണം കൊണ്ടുവരുവാൻ. Our words must bring about a positive impact in the lives of our hearers. മറ്റുള്ളവർ അവളെ വാക്കുകൊണ്ട് അടിച്ചു താഴ്ത്തി. Others used words to destroy her. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ, The woman that was suffering from bleeding for 12 long years. ആമേൻ, ഒരു പാപിനിയായ സ്ത്രീ, A woman that was a sinner. ഇവരെ എല്ലാം മനുഷ്യർ അടിച്ചതാക്കുന്ന വാക്കുകൾ പറഞ്ഞു. And she was beat down by the words of men. എന്നാൽ യേശു അവളെ ഇമ്പമുള്ള വാക്കുകൊണ്ട് ഉയർത്തി. But Jesus lifted her up with a loving word. ഇമ്പമുള്ള വാക്ക് സൗഖ്യത്തെ കൊണ്ടുവരും. The words out of love and pleasantness brings healing. ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. The tongue of the wise are pleasant. കേൾക്കാൻ സുഖം മാത്രമല്ല, അത് സൗഖ്യത്തെ കൊണ്ടുവരും. It is not just sweet to hear it, it brings healing as well. അത് സ്മൂത്തിങ് ബാമാണ്, ആശ്വാസം തരുന്ന തൈലമാണ്. It is a balm that gives you much healing. നമ്മുടെ വാക്കുകൾ, Our words, ആമേൻ, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകും. will give calm to others. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ From today onwards in your life, വാക്കുകളുടെ സ്വാധീനത്തെ തിരിച്ചറിയുക. you need to recognize the influence of words. Your words are powerful. നിങ്ങളുടെ വാക്കുകൾ ശക്തിയുള്ളവയാണ്. Your words are creative. നിങ്ങളുടെ വാക്കുകൾ സൃഷ്ടാത്മകമാണ്. ഇതുവരെ കാണാത്ത ചിലത്
അടുത്ത് കാണാൻ പോകും. Things that you not yet seen are going to be seen. വാ തുറന്ന് പറയുക, Open your mouth and say. വാ തുറന്ന് കൽപ്പിക്കുക. Open your mouth and decree. അതൊരു അനുഗ്രഹമാവും. It will be turned to a blessing. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. നിങ്ങളുടെ വാക്കുകൾ Your words. വളരെ സൂക്ഷിക്കും. Be very careful. വാക്കുകൾ നമ്മുടെ ഗിഫ്റ്റുകളെയും, Words and your gifts. വാക്കുകൾ നമ്മുടെ അഡ്രസ്സുകളെയും, Words and addresses. വാക്കുകൾ നിമിത്തം നമ്മുടെ നിരാശ വരാം. Through words we might be depressed. എന്നാൽ നമ്മുടെ വാക്ക് ക്രിസ്തുവിൽ നിറഞ്ഞതായി മാറട്ടെ. But let our words be full of Christ. കർത്താവേ, Our Lord. ഈ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ All the listeners. അങ്ങ് അനുഗ്രഹിക്കണം. Bless them. അങ്ങയുടെ അത്ഭുത കരം Your miraculous hand. നീട്ടണമേ. Stretch it forth, O Lord. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. Right now, all those who are sick, may they be അങ്ങയുടെ healed. അടിപ്പിണരുകളാൽ വിടുതൽ സംഭവിക്കട്ടെ. Let a deliverance happen by your stripes, O Lord. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. Love you. God bless you, and I love you.